BJP സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യർ നമ്മളൊപ്പം ചേരുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, കേവലം 2 മിനിറ്റിനുള്ളിലാണ് നയപ്രഖ്യാപനം ഗവർണർ അവസാനിപ്പിച്ചത്. ഔപചാരികമായ ഒരു സ്വീകരണം അദ്ദേഹം ഏറ്റുവാങ്ങിയിരുന്നു. പക്ഷേ ഒരു സൗഹൃദം പുതുക്കാൻ അദ്ദേഹം മുഖ്യമന്ത്രിയോടോ സ്പീക്കറോടോ തയ്യാറായിട്ടില്ല. അതിലും ശ്രദ്ധേയമായിരുന്നു. തിരിച്ച് സഭാ നടപടികൾ പൂർത്തിയാക്കി വരുമ്പോഴും അദ്ദേഹം ആവർത്തിച്ചത് തൻ്റെ നിലപാടുകൾ തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ കെടുകാര്യസ്ഥതയോട്, ആ അഴിമതിയോട്, ധൂർത്തിനോട് ഒരിക്കലും സന്ധിയില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഗവർണർ, അല്ലേ? നോക്കൂ, ഇവിടെ ഭരണത്തലവനായിട്ടുള്ള ഗവർണറും സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, അവർ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ, ഇത് അവസാനിപ്പിക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടേതും മന്ത്രിസഭയുടേതുമാണ്. ഗവർണർ അദ്ദേഹത്തിന്റെ ന്യായമായ പല സംശയങ്ങളും ചോദിച്ചപ്പോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് പോയി ഇത് ക്ലാരിഫൈ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഭരണഘടനാപരമായി തന്നെ ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങൾ ചെയ്യാതെ ഇത്തരം കാര്യങ്ങളിലൊന്നും അവഗാഹമില്ലാത്ത മന്ത്രിമാരെ അയച്ച് പലപ്പോഴും അവഹേളിക്കുന്ന സമീപനം ഉണ്ടായി. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിനപ്പുറം ഗവർണർക്ക് നേരെ ശാരീരികമായിട്ടുള്ള ആക്രമണത്തിന് തന്റെ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകളെ തന്നെ പറഞ്ഞയക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഗവർണറുടെ റൂട്ടടക്കം ചോർത്തിക്കൊണ്ട് ചെയ്യുകയും, ഗവർണർ പോകുന്ന സമയത്ത് കോഴിക്കോട് സർവകലാശാലയിൽ നടത്തിയിട്ടുള്ള അതിനീചമായിട്ടുള്ള പരിപാടികളുമൊക്കെ തീർച്ചയായിട്ടും ഈ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പരിപാവനമായിട്ടുള്ള സംവിധാനമുണ്ട്, ഒരു കീഴ്വഴക്കമുണ്ട്. അതിനെല്ലാം മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ് CPM പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, മുഖ്യമന്ത്രി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തന്നെയാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമെന്ന് പറയുന്നത്. ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഭരണത്തലവനുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഗവർണറുമായിട്ട് മുഖ്യമന്ത്രിമാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് ഈ രാജ്യത്ത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. അത്തരം സമയങ്ങളിൽ ഗവർണറുമായി രാജ്ഭവനുമായി നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ദൗത്യം അത് മുഖ്യമന്ത്രിയുടേതാണ്. മുഖ്യമന്ത്രി നിർവഹിക്കുന്നില്ല, മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ശ്രീ സന്ദീപ് വാര്യർ, മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യത്തിന് തന്നെയാണ് ഈ ഒരു തൻ്റെ ഇടപെടലിലൂടെ ഗവർണർ ഒരിക്കൽ കൂടി മറുപടി നൽകിയിരിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട വിയോജിപ്പാണ് ഗവർണർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പിഴവ് മനസ്സിലാക്കി തിരുത്താനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട്, മന്ത്രിമാർക്കുണ്ട്. അതിന് അവർ തയ്യാറാകുന്നില്ല, മറിച്ച് അഴിമതിയും ധൂർത്തും നിർബാധം തുടരുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനോട് ഞാൻ കൂട്ടുനിൽക്കില്ല, സന്ധിയില്ല എന്ന് തന്നെയാണ് ഗവർണർ വ്യക്തമാക്കുന്നത്, അല്ലേ? കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ യാത്രയയക്കുന്ന പരിപാടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ടായപ്പോ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവർണറും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഗവർണർ കടന്നു വന്ന് മുഖ്യമന്ത്രിയും വന്ന് പ്രധാനമന്ത്രിയുടെ വിമാനം തിരിച്ചു പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ മുഖ്യമന്ത്രി അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഗവർണർ പോകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി അവിടെ ഇരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂറിലധികം സമയം വിമാനത്താവളത്തിൽ അവർ ചെലവഴിച്ചിട്ടും ഗവർണറോട് സംസാരിക്കാനോ ഗവർണറുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്താനോ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഞാനത് നേരിട്ട് കണ്ട ദൃക്സാക്ഷിയാണ്. അവരുടെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരം ഇത് പൊതുസമൂഹത്തിന് മുന്നിലല്ലേ ഈ പ്രദർശനങ്ങളൊക്കെ നടക്കുന്നത്? ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇങ്ങനെയാണോ കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? രാജ്ഭവനുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടത് കൊണ്ട്, നിരന്തരം ഗവർണറുമായി വാക്കുകളിൽ ഏർപ്പെട്ടത് കൊണ്ട് ഈ നാടിന് എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത്? ഗവർണർ എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടൊരു പദവിയാണ്. ആ പദവിക്ക് അർഹിക്കുന്ന ഒരു റെസ്പെക്ട് കൊടുക്കേണ്ട ബാധ്യത അത് സംസ്ഥാന ഗവൺമെന്റിന്റേതാണ്, മുഖ്യമന്ത്രിയുടേതാണ്. ഇവിടെ ഗവർണർ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ഒരു അക്കാഡമിഷ്യൻ എന്ന നിലയ്ക്ക് വളരെ കൂലങ്കഷമായി ചിന്തിക്കുകയും ചില നടപടികൾ എടുക്കുകയും ചെയ്തപ്പോ മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ ചില പൊള്ളലുകൾ ഉണ്ടാവുകയാണ്. അഴിമതികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് ഗവർണർ സ്വീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് പൊള്ളുന്നത്? ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും വീഴ്ചയും ധൂർത്തും ധാരാളിത്തവും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ രാജ്ഭവനിൽ നിന്നൊരു ശബ്ദം ഉയരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇതെല്ലാം അവസാനിപ്പിച്ച് രാജ്ഭവനുമായി നല്ല ബന്ധത്തിൽ പോകാനുള്ള ശ്രമം നടത്തേണ്ടത് നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ അത് മുഖ്യമന്ത്രിയുടെ ബാധ്യതയാണ്. അത് മുഖ്യമന്ത്രി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം നമ്മുടെ ചട്ടപ്രകാരം അതല്ലെങ്കിൽ പൂർണ്ണമായും വായിക്കണമെന്നില്ല. ഗവർണർക്ക് അദ്ദേഹം തോന്നുന്ന അത്രയും മാത്രം വായിച്ച് സഭയിൽ വെച്ച് പോകാവുള്ളൂ. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ഇത്ര വളരെ ചുരുങ്ങിയ 2 മിനിറ്റ് കൊണ്ടൊക്കെ നയപ്രഖ്യാപന പ്രസംഗം അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും എന്ത് സന്ദേശമാണ് ഇത് പുറത്തേക്ക് കൊടുക്കുന്നത്? ഇത് നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭരണപരമായ പ്രതിസന്ധി ഉണ്ട് എന്ന
സന്ദേശമല്ലേ പുറത്തേക്ക് കൊടുക്കുന്നത്? ഇങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് എങ്ങനെയാണ് വിശ്വസിച്ച് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഈ സംസ്ഥാനത്തെ ഭരണക്രമത്തോട് എന്ത് വിശ്വാസ്യതയാണ് ജനങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അടിയന്തരമായി രാജ്ഭവനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. ഇവരുടെ ധാർഷ്ട്യവും ധൂർത്തും അഹങ്കാരവും അത് അവസാനിപ്പിക്കണം എന്നുള്ള ശക്തമായ സന്ദേശം തന്നെയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. യെസ്, നന്ദി ശ്രീ സന്ദീപ് വാര്യർ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.